2 വർഷമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകൾ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ നടക്കുകയാണ്. ഈ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നത് അമേരിക്കയാണ്. ഹമാസിന്റെ ഭീകര നേതാവ് ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള പ്രധാനപ്പെട്ട ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഈ ചർച്ചകളിൽ പങ്കെടുക്കാനായി കെയ്റോയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മൊസാദിന്റെ തലവനടക്കമുള്ള ഇസ്രായേൽ പ്രതിനിധി സംഘവും കെയ്റോയിലുണ്ട്. അതേസമയം അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ ചർച്ചകൾ പൂർണ്ണമായും അംഗീകരിക്കാനാകില്ലെന്നാണ് ഹമാസ് എടുത്തിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ നിലപാട്. വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാകണമെങ്കിൽ ബന്ദികളെ വിട്ടയക്കണമെന്നാണ് പ്രധാനമായും ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. കൂടാതെ ഗാസയിൽ നിലവിലുള്ള ഹമാസിന്റെ ഭീകരന്മാർ ആയുധം വെച്ച് കീഴടങ്ങണം. ഈ 2 നിർദ്ദേശവും അംഗീകരിച്ചാൽ വെടിനിർത്താമെന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നു. അതേസമയം ബന്ദികളെ അങ്ങനെ ഒറ്റയടിക്ക് വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് ഇപ്പോഴത്തെ ഹമാസിന്റെ നിലപാട്. ബന്ദികളെ വിട്ടുകൊടുത്താൽ അടുത്ത നിമിഷം ഇസ്രായേൽ സേന തങ്ങളെ വകവരുത്തുമെന്നാണ് ഗാസയിലെ ഹമാസിന്റെ നിലപാട്. അതേസമയം ദോഹയിലും തുർക്കിയിലും ജോർദാനിലുമൊക്കെ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിക്കണം, എങ്ങനെയെങ്കിലും ബന്ദികളെ വിട്ടുകൊടുത്തുകൊണ്ട് ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അല്ലാത്ത പക്ഷം തങ്ങളുടെ ജീവനാണ് ആപത്തെന്ന് ഖലീൽ അൽ ഹയ്യയ്ക്കും ഖാലിദ് മിഷേൽ അടക്കമുള്ള ഹമാസിന്റെ നേതൃത്വത്തിനും അറിയാം. ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് ഹമാസിന്റെ നേതൃത്വം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം ഗാസയിലുള്ള ഹമാസിന്റെ പ്രാദേശിക നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നില്ല. ഈ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗാസയിലെ ഹമാസിന്റെ പ്രാദേശിക ഭീകരന്മാർ. ഒറ്റഘട്ടമായി ബന്ദികളെ വിട്ടയക്കാനാകില്ല, പല ഘട്ടങ്ങളിലായി മാത്രമേ ബന്ദികളെ വിട്ടയക്കാൻ കഴിയുകയുള്ളൂ. അതുമാത്രവുമല്ല, തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങില്ല, തങ്ങളുടെ സ്വയരക്ഷയ്ക്കായി നിരവധി ആയുധങ്ങൾ കയ്യിൽ സൂക്ഷിക്കും. ഇത് മാത്രവുമല്ല, ബന്ദികളെ വിട്ടയക്കണമെങ്കിൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് മുഴുവൻ ഇസ്രായേലി സൈന്യവും ഇസ്രായേലിലേക്ക് മാറണം. ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേലി സൈന്യം പിൻവലിയണം. ഇത് എങ്കിൽ മാത്രമേ ബന്ദികളെ വിടൂ എന്നാണ് ഇപ്പോഴത്തെ ഗാസയിലെ ഹമാസിന്റെ നിലപാട്. ഈ നിലപാട് ഹമാസ് സ്വീകരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, 48 ബന്ദികൾ ഹമാസിന്റെ പക്കലുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്ക്. എന്നാൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേലിനും അറിയില്ല, ഹമാസിനും അറിയില്ല. അതുമാത്രവുമല്ല, ബന്ദികൾ ജീവനോടെ ഉണ്ടെങ്കിൽ അത് എവിടെയാണ്, ഏതാണ് അവരുടെ ഒളിയിടം, കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതശരീരങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത്, ഇതൊന്നും തന്നെ നിലവിലെ ഹമാസിന്റെ ഭീകരന്മാർക്ക് അറിയില്ല. യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ ഈ രഹസ്യങ്ങളെല്ലാം എന്നേക്കുമായി ഇല്ലാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇല്ലാത്ത ബന്ദിയെ എങ്ങനെ വിട്ടുകൊടുക്കും, ഇസ്രായേലിന് വിട്ടുകൊടുക്കാൻ ബന്ദികൾ എവിടെ? ഇതാണ് ഗാസയിലെ ഹമാസിന്റെ പ്രാദേശിക നേതൃത്വം ചോദിക്കുന്നത്. ഇത് കൂടാതെ സ്വയരക്ഷയ്ക്കായുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതുകൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതുമാത്രവുമല്ല, ഗാസയിൽ ഇപ്പോൾ ഹമാസിന്റെ ഭീകരന്മാർ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കമുള്ള മറ്റ് സംഘടനകളിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. ഹമാസിന്റെ ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല, ആയുധങ്ങളില്ല, ഇതൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഗാസയിൽ ഇപ്പോൾ ഹമാസ് ശുഷ്കമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, വെടിനിർത്തൽ കരാർ സാധ്യമാകാതെ കെയ്റോയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്ഹോക്ക് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതുകൂടാതെ മറ്റൊരു ദുരന്തവും കൂടി ഹമാസിനെ കാത്തിരിക്കുന്നുണ്ട്. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാവുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ കെയ്റോയിലിട്ട് തന്നെ ഹമാസ് നേതൃത്വത്തെ മൊസാദ് തീർക്കും. കെയ്റോയിലെ ഈ ചർച്ചാ വേദിക്ക് ചുറ്റും മൊസാദിന്റെ ചാരന്മാർ നിറഞ്ഞിരിക്കുന്നു. ഈജിപ്തിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് മൊസാദ്.